ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് കണക്കിൽപ്പെടാത്ത കെട്ടുകണക്കിന് പണം കണ്ടെത്തി. ഔദ്യോഗിക വസതിയിലുണ്ടായ തീപിടുത്തമാണ് ജസ്റ്റിസ് വർമ്മയെ കുരുക്കിയത്. തീ അണയ്ക്കാനെത്തിയ ഫയർഫോഴ്സാണ് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത്. ഔദ്യോഗിക വസതിയിൽ തീപിടുത്തമുണ്ടായപ്പോൾ യശ്വന്ത് വർമ്മ സ്ഥലത്തുണ്ടായിരുന്നില്ല. വീട്ടുകാരാണ് അഗ്നിശമന സേനയെ വിളിച്ചു വരുത്തിയത്. സ്ഥലത്തെത്തി തീ അണച്ചതിന് ശേഷം നടപടിക്രമങ്ങളുടെ ഭാഗമായി നാശനഷ്ടം കണക്കാക്കുന്നതിനിടെയാണ് ഒരു മുറിയിൽ നിന്ന് കെട്ടുകണക്കിന് നോട്ടുകെട്ടുകൾ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. കണക്കിൽപ്പെടാത്ത പണമാണെന്ന് സംശയം തോന്നിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ ഉടനെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് വിഷയം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇതിനു പിന്നാലെ ചീഫ് ജസ്റ്റിസ് അടിയന്തരമായി സുപ്രീം കോടതി കൊളീജിയം വിളിച്ചു ചേർത്തു. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് തിരിച്ചയക്കാൻ കൊളീജിയം തീരുമാനിച്ചു. കൊളീജിയത്തിലെ മുഴുവൻ അംഗങ്ങളും വർമ്മയ്ക്കെതിരെ നടപടി വേണമെന്ന നിലപാടാണ് സ്വീകരിച്ചത്. നിലവിൽ ഡൽഹി ഹൈക്കോടതി കൊളീജിയത്തിലെ അംഗമാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ. ഡൽഹി ഹൈക്കോടതിയിലെ സീനിയോറിറ്റി അനുസരിച്ച് മൂന്നാമനാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ. 2014 അലഹാബാദ് ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് വർമ്മ 2021 ഡൽഹി ഹൈക്കോടതിയിലെത്തുന്നത്. അലഹാബാദ് ഹൈക്കോടതി മുൻ ജഡ്ജി AN വർമ്മയുടെ മകനാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്.